എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയ്ക്ക തോരൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു തോരൻ തയ്യാറാക്കിയത് എൻ്റെ അപ്പച്ചിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ മുരിങ്ങയ്ക്ക ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടേസ്റ്റാണ് ഈ ഒരു തോരന്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി രണ്ടായിട്ട് പിളർന്നിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുരിങ്ങയ്ക്ക നമ്മളിനി കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം. അപ്പോൾ ഇത്രയും കൂടെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കുറഞ്ഞ തീയിലിട്ട് ഈ ഒരു മുരിങ്ങയ്ക്ക ഉടഞ്ഞു പോകാതെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഒന്ന് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ വെള്ളം കൂടി വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം കൂടി വറ്റിച്ച് എടുത്താൽ ഡ്രൈ ആയി കിട്ടും. ഇനി നമ്മളിതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അധികം എരിവില്ലാത്തതാണ്, അപ്പോൾ ഒരു 5-6 ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ചധികം ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ചിരകിയിട്ട് കൊടുത്തതിന് ശേഷം ഒരുപാടിട്ട് അരക്കരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുക്കുക. അപ്പം ഇതൊന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് തോരൻ എങ്ങനെയാണ് ആക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വറ്റൽ മുളക്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഈ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. അതിനുശേഷം അരപ്പ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് എൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയുടെ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്കയുടെ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞൊന്നും പോകാതെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കോവയ്ക്ക ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുരിങ്ങയ്ക്ക തോരൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.